ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റണം. ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റണം. അത് മാത്രമല്ല ബാക്കിലെ ആ ബ്രേക്കിൻ്റെ ഈ പാനലിൻ്റെ ഇവിടുത്തെ ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ്. ഈ ബ്രേക്കിൽ പാനൽ നമുക്ക് മാറ്റണം. അതുകൊണ്ടാണ് ആ ബ്രേക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷൂ ബാക്കിൻ്റെ പാനൽ നമുക്കത് മാറ്റിക്കളയണം. ബാക്കിലെ ഹബ്ബൊന്നും കുഴപ്പമൊന്നുമില്ല. ഹബ്ബ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ആ പാനൽ പൊട്ടിക്കിടക്കൊണ്ടാണ് നമുക്ക് ആ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ്. ചെയിനൊക്കെ നമുക്ക് അത്യാവശ്യം ടൈറ്റ് ചെയ്യാനുണ്ട്. അതൊന്ന് ഓയിലും ഗീസൊക്കെ കൊടുത്തിട്ടൊന്ന് റീസെറ്റ് ആക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. എൻജിൻ ഓയിൽ അത്യാവശ്യം ലെവലും കുറവില്ല. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ മാറ്റണം. പിന്നെ അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ അത്യാവശ്യം നല്ല കേബിൾ നമ്മളെല്ലാം ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കേണ്ടി വരും. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഇതിലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഫ്രണ്ടിലെ 4 കോയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ 4 കോയിൽ ലീക്കിന് വേണ്ടി നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഈ 2 പൈപ്പും മാറേണ്ടി 2 ട്യൂബും മാറേണ്ടി വരുന്നതാണ്. ട്യൂബിന് ഓൾറെഡി പുറമേ തന്നെ അതിൻ്റെ സ്ക്രാച്ച് കാണുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ 2 ട്യൂബും കംപ്ലയിൻ്റാണ്. ഈ ട്യൂബും ഇവിടെയാണ് സ്ക്രാച്ച് കാണുന്നത്. അപ്പോൾ നമ്മൾ 4 കോയിൽ ഓയിൽസീൽ മാറ്റാൻ വേണ്ടി അയച്ചു കഴിഞ്ഞാൽ 2 ട്യൂബും മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. മാത്രമല്ല അതിൻ്റെ ഹാൻഡിലിൻ്റെ ബാരിങ്ങും കംപ്ലയിൻ്റാണ്. ഇവിടെ അതും നല്ല രീതിയിൽ ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഹാൻഡിലിൻ്റെ ബാരും കൂടി മാറ്റിയിട്ട് വരും. പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കണം. പിന്നെ വാട്ടർ സർവീസ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ ഫ്രണ്ടിലെ ഓയിൽസീൽ, ടോർക്ക് ട്യൂബ്, അതുപോലെ കോൺസെറ്റ്, ഈ ബൈക്കിൻ്റെ പാനൽ, ബ്രേക്ക് ഷൂ, എൻജിൻ ഓയിൽ, വാട്ടർ സർവീസ്, അതുപോലെ പൊല്യൂഷൻ എല്ലാം കൂടി നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ.